ഭാരതാംബ വിഷയത്തിൽ ഗവർണർക്ക് സർക്കാർ അയച്ച കത്തിന്റെ പൂർണ്ണ രൂപം പുറത്ത്. ഭരണഘടനാ അസംബ്ലി ചർച്ചകളും തീരുമാനങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കത്തിന്റെ തുടക്കം. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം മറ്റേതെങ്കിലും പതാക ഉപയോഗിക്കുന്നത് ദേശീയതയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ ദേശീയ ചിഹ്നങ്ങളും പതാകയുമല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഗവർണർ ഉറപ്പാക്കണമെന്നും കത്തിൽ പറയുന്നു. സെയ്ഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, ഈ കത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇത് രാജ്യം സ്വതന്ത്രമായ ശേഷമുള്ള ഇതുവരെയുള്ള ചരിത്രം കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് രാജ്ഭവന് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാർ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ചരിത്രം അവരെ ഓർമ്മപ്പെടുത്തുക എന്നുകൂടിയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് തോന്നും. ആ രീതിയിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ ഇതുവരെ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ദേശീയ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പരിപാടികൾ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിലെവിടെയും ഈ കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടുത്തണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയും അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും മന്ത്രിസഭ ഗവർണറോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നുകൂടി കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 2025 ജൂൺ 25 നടന്ന മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിന് മുകളിൽ പറഞ്ഞ കാര്യം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സന്ദേശം കൈമാറുന്നത്. അതുകൊണ്ട് ഒരു താക്കീതിന്റെ സ്വരം കൂടി അതിനകത്തുണ്ട്. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നൊരു സ്വരം കൂടി അതിനകത്ത് ഉണ്ട്. എന്തായാലും എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായി തന്നെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഈ കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രം ഉപയോഗിക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ശരി, സേഫാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.